Once again, welcome to Wings Online. നമ്മൾ ഇന്ന് ക്ലാസ് 8ലും 9ലും ഗ്രാമറിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം കംപ്ലീറ്റ് കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എല്ലാ വർഷവും അല്ലെങ്കിൽ ഏത് 8ലായിക്കോട്ടെ 9ലായിക്കോട്ടെ നമുക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. അത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞല്ല വരാറ്. നമുക്കറിയാം ഇഫ് ക്ലോസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ടാഗ് ആയിക്കോട്ടെ, ഹാഡ് ബെറ്റർ ആയിക്കോട്ടെ, വുഡ് യു മൈൻഡ് ആയിക്കോട്ടെ, ഇതൊക്കെ എവിടെയാണ് വരാറ്? കംപ്ലീറ്റ് കോൺവെർസേഷൻ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിലാണ് ഈ പല ഗ്രാമർ നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് വരാറുള്ളത്. അപ്പോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉറപ്പായിട്ടും എപ്പോഴും വരാറുള്ളത് ഒന്നാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമുക്ക് പറയാം. അപ്പോ നോക്കാം, വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ടാഗ്? എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ്? എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ ആഡഡ് ടു ദ എൻഡ് ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ അവസാന ഭാഗത്ത് ആഡ് ചെയ്യപ്പെടുന്ന ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് സെന്റൻസ് ആണ് നമ്മൾ എന്ത് പറയാ? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. അപ്പോ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു കൺഫേം ഇൻഫോർമേഷൻ. നമ്മൾ ആ സെന്റൻസിൽ പറയുന്ന ആ ഒരു ഇൻഫോർമേഷൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കാറ്? ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാറ്. ഓർ ആസ്ക് ഫോർ എ എഗ്രിമെന്റ്, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ്, എന്തെങ്കിലും ഒരു സംഭവം ഉറപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ചോദിക്കാൻ, ആസ്ക് ഫോർ എൻ എഗ്രിമെന്റ്, ഒരു എഗ്രിമെന്റ് ചോദിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറ്? ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാറ്. ഇപ്പൊ ഞാൻ പറയാണ് ഷീ ഈസ് എ ഗുഡ് ഗേൾ, അവളൊരു നല്ല കുട്ടിയാണ്. അല്ലേ? ഈ മലയാളത്തിൽ നമ്മൾ ഇപ്പൊ അവസാനം പറഞ്ഞ ആ അല്ലേ എന്നുള്ളൊരു സംഭവമാണ് ഇംഗ്ലീഷിൽ എന്തായിട്ട് മാറാം? ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് മാറാം. ഇംഗ്ലീഷിൽ എന്ത് പറയും? ഷീ ഈസ് എ ഗുഡ് ഗേൾ, ഇസിന്റ് ഇറ്റ് ഷീ. ആ ഒരു ഇസിന്റ് ഇറ്റ് ഷീ എന്ന് പറഞ്ഞ ആ ഒരു രണ്ട് വാക്കുകൾ, ഒരു ഓക്സിലറി വെർബും അതേപോലെ തന്നെ ഒരു പ്രോണോണും കൂടിയ ആ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് പറയാം? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഭാഗം മാത്രമേ നമുക്ക് എക്സാമിന് വരികയുള്ളൂ, അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം മാത്രമേ എക്സാമിന് ആ ഒരു കംപ്ലീറ്റ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഭാഗം തന്ന് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലായി? അതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമുക്ക് മനസ്സിലാവും. ഇഫ് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു കോമ ഡാഷ് കണ്ടാൽ നമുക്കറിയാം അതൊരു ഇഫ് ക്ലോസ് ആണ്. ഇഫ് പ്ലസ് V1 ആണോ, ഇഫ് പ്ലസ് V2 ആണോ, ഇഫ് പ്ലസ് V3 ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഫ് ക്ലോസ് ചെയ്യാൻ അറിയാം. അതേപോലെ തന്നെ മറ്റൊരു ഡാഷ് ആയിരിക്കും എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്. അതെങ്ങനെയായിരിക്കും തുടങ്ങുക? ഏതെങ്കിലും ഒരു സെന്റൻസിൽ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും ലാസ്റ്റ് വരിക. ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും. ആ ഓക്സിലറി വെർബ് ബേസ് ചെയ്തിരിക്കും നമ്മൾ അപ്പുറത്ത് എന്താണോ എഴുതാൻ പോകുന്നത് അതിനുശേഷം എഴുതാൻ പോകുന്ന പ്രോനൗൺ ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡിലുള്ള വാക്കുകൾ അനുസരിച്ചിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവുക. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ he is very clever. He is വെരി ക്ലെവർ, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് തന്നിരിക്കുന്ന കംപ്ലീറ്റ് കോൺവെർസേഷനിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ സെന്റൻസിലെ ഓക്സിലറി വെർബ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈസ്, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഷുഡ്, കുഡ്, ഇങ്ങനത്തെ വാക്കുകളാണ് നമ്മൾ എന്ത് പറയാ? ഓക്സിലറി വെർബ് എന്ന് പറയാം. ഇങ്ങനത്തെ വാക്കുകളാണ് നമ്മൾ എന്ത് പറയാ? ഓക്സിലറി വെർബുകൾ എന്ന് പറയാം. ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നാണ് നമ്മൾ പിന്നെ നോക്കണ്ടേ. നമുക്കറിയാം നോട്ട് കൂടി വരിക, അതായത് ഇപ്പൊ ഈസ് ആണെങ്കിൽ ഇസിൻഡിറ്റ് ആവാം, ഡു ആണെങ്കിൽ ഡോണ്ട് ആവാം, അല്ലെങ്കിൽ സെന്റൻസിൽ എവിടെയെങ്കിലും ഒരു നോട്ട് പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് വാക്കുകൾ, ഇപ്പൊ നോ ആയിക്കോട്ടെ, നീദർ ആയിക്കോട്ടെ, നൺ ആയിക്കോട്ടെ, നത്തിങ് ആയിക്കോട്ടെ, നോബഡി ആയിക്കോട്ടെ, ഈ വാക്കുകളൊക്കെ നമ്മൾ നെഗറ്റീവ് വാക്കുകൾ എന്നാണ് പറയാം. അപ്പോ ആ വാക്കുകൾ ആരെങ്കിലും ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിലും സെന്റൻസ് എന്തായി മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഇപ്പൊ ഇവിടെ നോക്കിയപ്പോ എന്താണ്? ഇവിടെ ഒരു നെഗറ്റീവ് വാക്കുകളും ഇല്ല, ഈസ് പോസിറ്റീവ് ആയി തന്നെയാണ് കിടക്കുന്നത്. ഈസ് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്സിൽ പറയുന്ന പോലെ ഇപ്പുറം വരുമ്പോ ഈസ് എന്താവും? നെഗറ്റീവ് വാക്കായിട്ട് മാറും, നെഗറ്റീവ് വേർഡ് ആയിട്ട് മാറും. ഈസ് എന്തായിട്ട് മാറും? ഇസിൻഡിറ്റ് ആയിട്ട് മാറും. ഇവിടെ ഹി ആണ്, അതുകൊണ്ട് അതേ പ്രോനൗൺ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അപ്പൊ ഇസിൻഡിറ്റ് ഹി ആയിട്ട് മാറും. ഇനി നമുക്ക് നേരെ തിരിച്ചുള്ള ഒരു സെന്റൻസ് ചെയ്ത് നോക്കാം. ഹി ഇസിൻഡിറ്റ് ഹാൻഡ്സ്, ഇങ്ങനെ ഒരു സെന്റൻസ് ആണ് തന്നേക്കണേ. നോക്കാം, ഇവിടെ നോക്കാം. ഇവിടെയുള്ള ഓക്സിലറി വെർബ് ഈസ് ആണ്. ഈസ് നെഗറ്റീവ് ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്, ഇസിൻഡിറ്റ് ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്താവും? ഇസിൻഡിറ്റിന്റെ പോസിറ്റീവ് ആവും. ഇസിൻഡിറ്റിന്റെ പോസിറ്റീവ് എന്താണ്? ഈസ് ആണ്. ഇവിടുത്തെ പ്രോനൗൺ എന്താണ്? ഹി ആണ്. അപ്പൊ അത് ഈസ് ഹി ആയിട്ട് മാറും. അപ്പൊ ഈസ് ഹി ആണ് ഇവിടുത്തെ ആൻസർ. ഇത്രേ ഉള്ളൂ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്ന ഒരു പരിപാടി. വളരെയധികം സിമ്പിൾ ആണ്. ഇതിന്റെ കുറച്ച് എക്സ്ട്രീം സംഭവങ്ങൾ നമുക്ക് നോക്കാം. അതായത് സെന്റൻസ് നെഗറ്റീവ് ആവുമ്പോൾ അപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ നെഗറ്റീവ് ആക്കുന്ന വാക്കുകൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്. നെഗറ്റീവ് വേർഡ്സ് ആണ് ഫ്യൂ,
ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, നോ വൺ, നോബഡി, നൺ, നത്തിങ്, നെവർ, നീദർ, നോ. ഈ ഏതെങ്കിലും വാക്കുകൾ സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും ഇവിടെ തന്നിരിക്കുന്ന ഓക്സിലറി വെർബിന്റെ പോസിറ്റീവ് അവിടെ കൊണ്ട് എഴുതാനായിട്ട് പറ്റില്ല. സോറി, പോസിറ്റീവ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. നമുക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ നെഗറ്റീവ് വാക്കുകളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഇത് ആറാണ്, അപ്പൊ അവിടെ കൊണ്ട് ആറിന്റെ എഴുതാം, അങ്ങനെ തോന്നും. പക്ഷെ എന്താണ്, ഇവിടെ ഓൾറെഡി സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസ് ആവാനായിട്ടുള്ള ഫ്യൂ എന്ന് പറഞ്ഞ വാക്ക് എവിടെയുണ്ട്, ഇവിടെ ഉണ്ട്. ഈ ഫ്യൂ എന്ന് പറഞ്ഞ വാക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ് എന്ന് പറഞ്ഞ ഈ സെന്റൻസ് മൊത്തത്തിൽ എന്തായി പോയി, നെഗറ്റീവ് ആയി പോയി. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബിന്റെ പോസിറ്റീവ് ആണ് അവിടെ എഴുതേണ്ടത്. ഇവിടെ ഫ്യൂ ഉള്ളതുകൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോ അപ്പുറം ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വരണം, പോസിറ്റീവ് വരണം. ആറിന്റെ പോസിറ്റീവ് ആറ്. പ്രോനൗൺ, ഫ്യൂ എന്ന് പറഞ്ഞ വാക്കിന്റെ പ്രോനൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് ദേ ആണ്. ഫ്യൂ കുറച്ചാണല്ലോ. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വ്യത്യാസമുള്ള സംഭവമാണ്, ഫ്യൂ ലിറ്റിലും മാത്രമാണെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് ആണ്. പക്ഷെ എ ഫ്യൂവും എ ലിറ്റിലും ആണെങ്കിൽ അതെന്താണ്, പോസിറ്റീവ് ആണ്. എ ഫ്യൂവും എ ലിറ്റിലും ആണെങ്കിൽ പോസിറ്റീവ്. ഇവിടെ നോക്കിയേ, എ ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ്, എ ഫ്യൂ ആണ്. അപ്പൊ സെന്റൻസ് എന്താണ്, സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്, എ ഫ്യൂ ആണ്. അപ്പൊ ആറിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്, ആറിന്. ഇവിടെ വെറുതെ ഫ്യൂ ആയിരുന്നെങ്കിൽ അതെന്തായേനെ, വെറുതെ ഫ്യൂ ആയിരുന്നെങ്കിൽ അതെന്തായേനെ, വെറുതെ ഫ്യൂ ആയിരുന്നെങ്കിൽ നെഗറ്റീവ് ആയനെ, എ ഫ്യൂ എന്നപ്പോ അത് പോസിറ്റീവ് ആയി. അടുത്തതായിട്ട് ഓക്സിലറി വെർബിന്റെ നെഗറ്റീവ് സൈഡ് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും പറയാണ്. ഈസിന്റെ നെഗറ്റീവ് ആണ് ഇസിന്റ് ഇറ്റ്. ആറിന്റെ നെഗറ്റീവ് ആണ് ആറിറ്റ്. ആമിന്റെ നെഗറ്റീവ് എന്താണ്, ആമിന്റെ അല്ല ആറിന്റെ ആണ്. അത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. ആമിന്റെ നെഗറ്റീവ് ആറിന്റെ തന്നെയാണ്. ആറിനെയും ആമിനെയും ഒറ്റ നെഗറ്റീവ് ആണ്, ആറിന്റെ തന്നെയാണ് അവരുടെ നെഗറ്റീവ്. അടുത്തതാണ് ഷാൾ. ഷാളിന്റെ നെഗറ്റീവ് എന്താണ്, ഷാൻറ്റ്. ഡു, ഡോണ്ട്, ഡസ്, ഡസിന്റ്, ഡിഡ്, ഡിഡിന്റ്, ക്യാൻ, കാണ്ട്, കുഡ്, കുഡിന്റ്, ഷുഡ്, ഷുഡിന്റ്, വിൽ ആണെങ്കിൽ വോണ്ട്, വേർ, വേറിന്റ്, ഹാസ്, ഹാസിന്റ്, ഹാഡ്, ഹാഡിന്റ്, മസ്റ്റ്, മസിന്റ്. അപ്പോ ഇത്രയാണ് ആ ഒരു നെഗറ്റീവ് സൈഡും അല്ലെങ്കിൽ പോസിറ്റീവ് വേർഡ്സ് ഓക്സിലറി വെർബിന്റെ. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ബേസിക് റൂളുകളാണ്. നമ്മളിപ്പോ ആദ്യം പറഞ്ഞ അതേ റൂളാണ്. ഫസ്റ്റത്തെ രണ്ട് റൂളുകൾ, പോസിറ്റീവ് സെന്റൻസിന് നെഗറ്റീവ് ടാഗ് ആയിരിക്കും, നെഗറ്റീവ് സെന്റൻസിന് പോസിറ്റീവ് ടാഗ് ആയിരിക്കും. യു ആർ കമ്മിങ്, ആർ ഇൻ യു. യു ആർ കമ്മിങ്ങിലെ ഓക്സിലറി വെർബ് എന്താണ്, ആറാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. ഇവിടെ വേറെ നെഗറ്റീവ് വാക്കുകൾ ആരെങ്കിലും കാണുന്നുണ്ടോ, ഒരു നെഗറ്റീവ് വാക്കിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പൊ എന്താണ്, യു ആർ കമ്മിങ്ങില് ആറാണ് എന്ത്, നമ്മളുടെ ഓക്സിലറി വെർബ്. നെഗറ്റീവ് വാക്കുകളൊന്നുമില്ല, സെന്റൻസ് മൊത്തത്തിൽ പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ആറിന്റെ നെഗറ്റീവ് ആണ് അവിടെ എഴുതേണ്ടത്. ആറിന്റെ നെഗറ്റീവ് എന്താണ്, ആറിന്റ്. ഇവിടുത്തെ യു അതേപോലെ എടുത്ത് എഴുതി. അതേപോലെ തന്നെയാണ് ഷീ ഇസിന്റ് ഇറ്റ് റെഡി. ഇവിടെ എന്താണ്, സെന്റൻസ് നെഗറ്റീവ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായി, ഈസ് അല്ല ഇസിൻഡിറ്റ് ആണ്. ഇസിൻഡിറ്റ് എന്താണ്, നെഗറ്റീവ്. ഈസ് പ്ലസ് നോട്ട് ആണ് ഇസിൻഡിറ്റ്. അപ്പോ ഈ ഇസിൻഡിറ്റിന്റെ പോസിറ്റീവ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്, ഈസ്. ഷീ, ഷീ. അപ്പോ ഈ ഷീ ഇങ്ങനെയായി. അടുത്തതാണ് യൂസ് ദ സെയിം ഓക്സിലറി ഓർ ഹെൽപ്പിംഗ് വെർബ് ആസ് ഇൻ ദ മെയിൻ സെന്റൻസ്. സെന്റൻസിലുള്ള അതേ ഓക്സിലറി വെർബിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ആണ് നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതേണ്ടത്. ഹി ഹാസ് ഫിനിഷ്ഡ്. ഇവിടെ ഏതാണ്, ഹാസ് ആണുള്ളത്. അപ്പൊ ഹാസിന്റെ നെഗറ്റീവ് ഹാസിന്റ്. ഹി, ഹി. അതന്നെ നമ്മൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഇഫ് ദർ ഇസ് നോ ഓക്സിലറി വെർബ് യൂസ് ഡു, ഡസ് ഓർ ഡിഡ്. ഇതാണ് നിങ്ങൾ കുറച്ചുകൂടി കൺഫ്യൂഷൻ വരുന്ന ഭാഗം. ഓക്സിലറി വെർബ് ഇല്ലാത്ത കേസുകൾ നോക്കാം. എപ്പോഴും എല്ലാ സെന്റൻസിലും എന്തുണ്ടാവില്ല, ഓക്സിലറി വെർബുകൾ ഉണ്ടാവില്ല. ദേ പ്ലേ ക്രിക്കറ്റ്, ഷീ റോട്ട് എ ലെറ്റർ. ഇവിടെ എന്തില്ല, ഈസോ, വാസോ, ഹാസോ, ഹാവോ അങ്ങനെ ആരെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ, ആരെയും കാണാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്, അവിടെ ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലാത്ത കേസുകളുടെ കാര്യമാണ് പറയുന്നത്. അവിടെ ഉള്ള മെയിൻ വെർബിനെ അന്വേഷിച്ച് പോവാം. ഇവിടെ പ്ലേ ആണ്, ഇവിടെ റോട്ടാണ്. പ്ലേ എന്ന് പറയുന്നത് ഒരു സാധാ വാക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്ലേ പ്ലസ് ഡു ആണ് പ്ലേ. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഡു ഉണ്ട്. പ്ലേ പ്ലസ് ഡസ്റ്റ് ആയിരുന്നെങ്കിൽ എന്തായനെ, പ്ലേസ് ആയനെ. അപ്പൊ അവിടെ ഡസ്റ്റ് ഉണ്ടെന്നാണ് അർത്ഥം. ഇനി പ്ലേ പ്ലസ് ഡിഡ് ആവുമ്പോ അതെന്താവും, പ്ലേഡ് ആവും. അടിയിൽ നമ്മൾ കണ്ടു റൈറ്റ്, അതേപോലെ റോട്ട്. റൈറ്റ് ആണ് ഒരു V1 ഫോം, ഇത് റോട്ടാണ്. അപ്പൊ ഈ റോട്ട് അവിടെ ഉള്ളപ്പോ എന്താണ് അർത്ഥം, അവിടെ ഡിഡ് ഉണ്ട് എന്നാണ് അർത്ഥം. പ്ലേ ആയപ്പോ ഡു. അപ്പൊ ഈ ഡൂവിന്റെ നെഗറ്റീവ് ആണ് ഡോണ്ട്. ദേ അതേപോലെ തന്നെ എഴുതി. ഷീ റോട്ട് എ ലെറ്റർ. ഇവിടെ എന്താണ്, ഡിഡ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോ ഡിഡിന്റെ നെഗറ്റീവ് ഡിഡിന്റ്. ഈ ഷീ അതേപോലെ എഴുതി, ഡിഡിന്റ് ഷീ. ഒന്നുമില്ല, സാധാ വാക്കുകളാണെങ്കിൽ അവിടെ എന്തുണ്ട്, ഡു ഉണ്ട്. എസ് കൂട്ടി വന്നാൽ എന്തുണ്ട്, ഡസ് ഉണ്ടെന്ന്. ഇഡി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാസ്റ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ട്, ഡിഡ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്.
അടുത്തായിട്ട് ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന പ്രോനൗണുകളുടെ വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു, ഇപ്പൊ ഷീ പ്ലേ വെൽ ആണെങ്കിൽ പ്ലേ ആണ്, അപ്പൊ അവിടെ എന്തുണ്ട്, ഡു ഉണ്ട്. അപ്പോ ഡോണ്ട് ഷീ വരും, ഇവിടെ ഷീ വരും, ഡോണ്ട് ഷീ. ഇനി അതേപോലെ തന്നെ ഏതെങ്കിലും സെന്റൻസുകൾ തുടങ്ങുന്നത് ദീസ്, ദോസ്, few, a few, everybody, everyone, somebody, someone, anybody, anyone, nobody, no one, none, neither, either, each, some of them, all of them. ഇങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകൾ വെച്ചിട്ടാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നത്, അവിടുത്തെ പ്രോനൗൺ ആയിട്ട് ഇവരൊക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്ന പ്രോനൗൺ ദേ ആയിരിക്കും. ഇവരാരെങ്കിലും ആണ് തുടങ്ങുന്നതെങ്കിൽ, ഇപ്പൊ സംബഡി നോക്ക്ഡ് എന്നാണെങ്കിൽ നോക്ക്ഡ് ED ആണല്ലോ, അപ്പൊ ഡിഡ് ആണ്. അപ്പൊ ഡിഡിന്റ് സംബഡി എന്ന് എഴുതില്ല, ഡിഡിന്റ് ദേനെ നമ്മൾ എഴുതുള്ളൂ. ഡിഡിന്റ് സംബഡി എന്ന് എഴുതില്ല, ഡിഡിന്റ് ദേനെ നമ്മൾ എഴുതുള്ളൂ. ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ഇൻഫന്റ്, ചൈൽഡ് ഇവരാണുള്ളെങ്കിൽ ഇവരുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന പ്രോനൗൺ ഏതായിരിക്കും? ഇറ്റ് ആയിരിക്കും. ഇവരുടെ അടുത്ത് വരുന്നത് ഇറ്റ് ആയിരിക്കും. ഇവരാണെങ്കിൽ ഏതാണ്? ദേ. ഇവരാണെങ്കിൽ ഇറ്റ്. ഈ ദേറിലാണ് തുടങ്ങുന്നതെങ്കിൽ ദേർ തന്നെയായിരിക്കും, അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. ദേർ ആണെങ്കിൽ ദേർ തന്നെയായിരിക്കും. ഷീ പ്ലേ വെൽ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. പ്ലേ, പ്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ടെന്നാണ് അർത്ഥം? പ്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഡു ഉണ്ടെന്നാണ് അർത്ഥം. പ്ലേസ് എന്ന് പറഞ്ഞാൽ ആരുണ്ട്? ഡസ് ഉണ്ടെന്നാണ് അർത്ഥം. പ്ലേഡ് എന്ന് പറഞ്ഞാൽ ആരുണ്ട്? ഡിഡ് ഉണ്ടെന്നാണ് അർത്ഥം. ഡിഡിന്റെ നെഗറ്റീവ് ഡിഡിന്റ്. ഡസ്, ഡസിന്റ്. ഡു, ഡോണ്ട്. ഷീ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് അറിയാലോ, ഇവിടുത്തെ ഓൾറെഡി ഇവിടെ തന്നിരിക്കുന്നത് ഷീ ആണ്, അതുകൊണ്ടാണ് ഷീ ഉപയോഗിച്ചത്. ഇനിയിപ്പോ ഈ ഷീക്കൊക്കെ പകരം ദീസോ, ദോസോ, ഫ്യൂ ഇവരാരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചേനെ? ദേന്ന് ഉപയോഗിച്ചേനെ. ദിസ്, ദാറ്റ്, ലിറ്റിൽ, ഫ്യൂ, സോറി, ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ഇൻഫന്റ്, ചൈൽഡ് ഇവരൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് ഉപയോഗിച്ചേനെ? ഇറ്റ് ഉപയോഗിച്ചേനെ. ദേറാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല, ദേറ് തന്നെയായിരിക്കും. അടുത്തായിട്ട് നമുക്ക് വരുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഷാൾ വി അല്ലെങ്കിൽ ലെറ്റ്സ് ഒക്കെ വരുന്ന ഒരു കേസാണ്. ഇത് വളരെ എളുപ്പമാണ്, എപ്പോഴും ആലോചിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സെന്റൻസ് ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്, ലെറ്റസ് തന്നെയാണ് ലെറ്റ്സ്. ഈ ലെറ്റ്സിലോ ലെറ്റസിലോ ആണ് ഏതെങ്കിലും ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അവരുടെ ഓക്സിലറി വെർബ് എന്തായിരിക്കും? ഷാൾ വി ആയിരിക്കും. അവരുടെ ഓക്സിലറി വെർബ് എന്തായിരിക്കും? ഷാൾ വി ആയിരിക്കും. ലെറ്റ്സിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അവരുടെ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇപ്പുറത്തോട്ട് വരുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ്, ഓക്സിലറി വെർബ് അല്ല, ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഷാൾ വി ആയിരിക്കും. ലെറ്റ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഷാൾ വി. ലെറ്റ് മീയിലാണ് തുടങ്ങുന്നതെങ്കിൽ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? വില്യു ആയിരിക്കും. ലെറ്റ് മീ ആണെങ്കിൽ വില്യു, ലെറ്റ് മീ ആണെങ്കിൽ വില്യു, ലെറ്റ് മീ ആണെങ്കിൽ വില്യു, ലെറ്റസ് ആണെങ്കിൽ ഷാൾ വി ആയിരിക്കും. ലെറ്റസ് ആണെങ്കിൽ ഷാൾ വി, ലെറ്റ് മീ ആണെങ്കിൽ വില്യു. ഇത് കാണാതെ പഠിച്ചു വെക്കാവുന്നതാണ് നമുക്ക്, കാരണം ഇതിലൊരു വ്യത്യാസം വരില്ല. നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ലെറ്റ്സിലാണെങ്കിൽ ഷാൾ വി, ലെറ്റ് മീയിലാണെങ്കിൽ വില്യു. അടുത്തതാണ് വൺ ഷുഡ് കം ഹിയർ. ഇതെങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം ഷുഡ് ആണ് എന്ത് നമ്മളുടെ ഇവിടുത്തെ ഓക്സിലറി വെർബ്. ഷുഡ് ഒരു പോസിറ്റീവ് വാക്കാണ്, വേറെ നെഗറ്റീവ് ആരെയും കാണുന്നില്ല. അപ്പൊ ഷുഡിന്റെ നെഗറ്റീവ് എന്താണ്? ഷുഡിന്റ് ആണ്. ഷുഡിന്റ് എഴുതി അതിനുശേഷം നമുക്ക് എന്ത് എഴുതണം? പ്രോനൗൺ എഴുതണം അല്ലെ? ഇവിടുത്തെ പ്രോനൗൺ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വൺ ഷുഡ് കം ഹിയർ, ഒരാൾ ഇവിടെ വരണം. വൺ ഷുഡ് കം ഹിയർ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഉള്ളത് വൺ ആണ്. ONE വൺ, വണ്ണിലാണ് തുടങ്ങുന്നതെങ്കിൽ അവിടുത്തെ പ്രോനൗണും വൺ തന്നെയായിരിക്കും. അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്ന പ്രോനൗണും വൺ തന്നെയായിരിക്കും. വണ്ണിലാണ് തുടങ്ങുന്നതെങ്കിൽ വൺ തന്നെയായിരിക്കും അവിടുത്തെ പ്രോനൗൺ. ഷീ കുഡ് ഹാവ് ഗോൺ ദർ. ഇവിടെ നോക്കിയേ, കുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഇവിടെ നോക്കിയേ, ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ്. ഷുഡും ഉണ്ട്, ഹാവും ഉണ്ട്. രണ്ടെണ്ണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഈ കേസിൽ പഠിക്കാൻ പോകുന്നത്. രണ്ടോ ഒരേപോലത്തെ അല്ലെങ്കിൽ രണ്ട് ഓക്സിലറി വെർബുകൾ ഒറ്റ സെന്റൻസിൽ വന്നാൽ ആദ്യത്തെ ഓക്സിലറി വെർബിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഷീ കുഡ് ഹാവ് ഗോൺ ദറിൽ കുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്. പക്ഷെ കുഡ് ആദ്യം വന്നത് നമ്മൾ കുഡ് എടുത്തു, വേറെ നെഗറ്റീവ് സംഭവങ്ങളൊന്നും ഇല്ല, അപ്പൊ പോസിറ്റീവ് ആണ്. കുഡിന്റെ നെഗറ്റീവ് എന്താണ്? കുഡിന്റ്. കുഡിന്റെ നെഗറ്റീവ് എന്താണ്? കുഡിന്റ്. ഷീ ആണ് നമ്മളെ പ്രോനൗൺ. ഇവിടെ നോക്കിയേ, ഷുഡ് ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ഷുഡിന്റ്. ഷുഡ് ആണെങ്കിൽ ഷുഡിന്റ്. ഹി ആണ്. അപ്പൊ അത് അങ്ങനെ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ? ഈ പറയുന്ന കേസുകളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രാക്ടീസ് സെഷൻ ആണ്. കുറച്ച് ഞാൻ ചെയ്യാം, കുറച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇത്ര നേരം പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് നോക്കി, ഷീ ഈസ് സ്മാർട്ട്. ഇവിടെ എങ്ങനെയാണ് ചെയ്യാ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക. ഈസ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കാം. സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? വേറെ ഒന്നും കാണാനില്ല, സെന്റൻസ് പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ ഈസിന്റെ നെഗറ്റീവ് ഇസിൻഡ് ഇറ്റ്. ഈ ഷീ അതേപോലെ എടുത്ത് എഴുതാ, ഇസിൻഡ് ഇറ്റ് ഷീ.
ദേ പ്ലേ ഫുട്ബോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് പ്ലേ എന്ന് പറഞ്ഞ അവിടെ ആരുണ്ട്? ഡു ഉണ്ട്. വേറെ നെഗറ്റീവ് ഒന്നുമില്ല. അപ്പൊ ഡോണ്ട് ആക്കാം. ഡോണ്ട്. ദേ ഹി വിൽ കം. നമുക്കറിയാം വിൽ എന്താണ്? വോണ്ട് ആണ്. ഹി ആണ്. അപ്പൊ വോണ്ട്. ഹി. ഇസിൻഡ് ഇറ്റ് ആണ്. അപ്പൊ എന്താണ്? ഈസ് ഷീ. ഡോണ്ട് ആണ്. അപ്പൊ എന്താണ്? ഡു യു. ഷുഡിന്റ് ആണ്. അപ്പൊ എന്താണ്? ഷുഡ് ഹി. മസ്റ്റ് എന്തായിരിക്കും? മസ്റ്റ് എന്തായിരിക്കും? മസന്റ് ആണ്. കുഡ് എന്തായിരിക്കും? കുഡിന്റ് ആണ്. ഇവിടെ നോക്കിയേ, സംബഡി നോട്ട്. ഇവിടെ എന്തായിരിക്കും? നോട്ട്. ഇ കൂടി വന്നാൽ അവിടെ ഡിഡ് ഉണ്ടെന്നാണ് അർത്ഥം. സംബഡി ആണ് സെന്റൻസിന്റെ തുടക്കത്തിലുള്ളെങ്കിൽ ഉപയോഗിക്കേണ്ട ആ ഒരു പ്രോനൗൺ എന്തായിരിക്കും? ദേ ആയിരിക്കും. ഡിഡ് എന്തായി മാറും? ഡിഡിന്റ് ആയിട്ട് മാറും. ഇനി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നോബഡി ഉണ്ടെങ്കിലും നത്തിങ് ഉണ്ടെങ്കിലും സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ എന്താവുന്നു? ഇവിടെ ഓക്സിലറി വെർബ് വാസ് ആണ്, ഇവിടെ ഈസ് ആണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കാം. നത്തിങ്ങും നോബഡി ഉണ്ടെങ്കിൽ സെൻസ് നെഗറ്റീവ് ആണ്. വാസും ഈസും ആണ് അവിടുത്തെ എന്ത്? ഓക്സിലറി വെർബുകൾ. ബാക്കി ഞാൻ ഈ വിട്ടു വെച്ചേക്കണതൊക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ളത് തന്നെയാണ്. ഇവിടെ നെഗറ്റീവ് ആണ്. ഇവിടെ ലെറ്റ്സിലാണ് തുടങ്ങുന്നത്. ഇവിടെ ക്യാൻ ആണ്. ഇതൊക്കെ സിമ്പിൾ ആണ്. അപ്പൊ ഇതൊന്ന് കാണാണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ബാക്കിയൊക്കെ നമ്മൾ ഇത്രയും പറഞ്ഞ പോലെ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. സെൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്താവും? നെഗറ്റീവ് ആവും. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നോക്കി, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ സെൻസ് എന്താവും? പോസിറ്റീവ് ആവും. നെഗറ്റീവ് സെന്റൻസിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. പ്രോനൗൺ അതേപോലെ എടുത്ത് എഴുതാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കേസുകൾ മാത്രമാണ് എക്സെപ്ഷൻസ്. എ ഫ്യൂവും എ ലിറ്റിലും ഒക്കെ ആണെങ്കിൽ പോസിറ്റീവ് ആണ്. വെറും ഫ്യൂവും വെറും ലിറ്റിലൊക്കെ ആണെങ്കിൽ എന്താണ്? നെഗറ്റീവ് വാക്കുകളാണ്. സംബടി പോലുള്ള വാക്കുകളൊക്കെയാണ് ഉള്ളതെങ്കിൽ അവിടുത്തെ ടാഗിൽ ഉപയോഗിക്കേണ്ട പ്രോനൗൺ എന്താണ്? ദേ ആണ്. അതേപോലെ തന്നെ ലിറ്റിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇറ്റ് ആണ്. ആ ഒരു സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നോക്കി വെക്കേണ്ടത്. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. ലെറ്റസ് വന്നാൽ എന്താണ്? ഷാൾവി ആണ്. അപ്പൊ ഈ ഒരു കേസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഡാഷ് ആയിരിക്കും ഇതേപോലെ ഇരിക്കുക. അല്ലാണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ കംപ്ലീറ്റ് ദ കോൺവെർസേഷനിൽ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണങ്ങളായിരിക്കും, കോൺവെർസേഷൻ ആയിരിക്കും. അതിന്റെ അവിടെ ഇവിടെ കുറച്ച് ഡാഷുകളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഡാഷ് ഉണ്ടോ എന്ന് നോക്കാം. കുറച്ച് വേർഡ്സ് എഴുതി കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കാം. അതിന്റെ ഉള്ളിൽ ഓക്സിലറി വെർബുകൾ കാണുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അപ്പൊ ആരും ഈ ക്വസ്റ്റ്യൻ വിട്ട് കളയരുത്. ഇഫ് വെച്ചൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്കറിയാം അതെന്തായാലും ഉറപ്പായിട്ടും ഇഫ് ക്ലോസ് ആയിരിക്കും. V1 ആണോ V2 ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗം ചെയ്യാം. അപ്പൊ ഉറപ്പായിട്ടും ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കാം. സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.